തദ്ദേശ വാർഡ് വിഭജനത്തിനായി ഓർഡിനൻസ് ഇറക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. വാർഡ് വിഭജനത്തിനായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അധ്യക്ഷനായി കമ്മീഷൻ രൂപീകരിക്കും. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഒരു വാർഡ് കൂടും. വി.എ. ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഗിരീഷ്, എന്താണ് മന്ത്രിസഭാ തീരുമാനത്തിന്റെ വിശദാംശങ്ങൾ? വേണു, തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ വാർഡ് വിഭജനത്തിന് ഇപ്പോൾ മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഓർഡിനൻസ് ഇറക്കാനാണ് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലും ഒരു വാർഡ് കൂടുന്ന തരത്തിലാണ് ഇപ്പോൾ ഓർഡിനൻസ് ഇറക്കുക. വാർഡ് വിഭജനത്തിനായി ഡീലിമിറ്റേഷൻ കമ്മീഷൻ രൂപീകരിക്കാനും ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായിട്ടാകും ഈ കമ്മീഷൻ പ്രവർത്തിക്കുക. ഒരു വാർഡ് മാത്രമാണ് വർദ്ധിക്കുന്നതെങ്കിലും അതിനായി വാർഡിന്റെ അതിർത്തികൾ പുനർനിർണ്ണയിക്കേണ്ടി വരും. ചിലപ്പോൾ 2-3 വാർഡിലെ പ്രദേശങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ടായിരിക്കും പുതിയ വാർഡ് രൂപീകരിക്കുക. പഞ്ചായത്തുകളിലെ മൊത്തം വാർഡിനെയും ഈ പ്രക്രിയ ബാധിക്കും. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കമ്മീഷൻ രൂപീകരിച്ച പ്രവർത്തനം തുടങ്ങാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. കരട് തയ്യാറാക്കി പ്രസിദ്ധീകരിച്ച ആക്ഷേപങ്ങൾ സ്വീകരിക്കും. പിന്നീട് ഹിയറിംഗ് നടത്തിയാകും ഈ പുതിയ വാർഡുകളുടെ വിഭജനവും രൂപീകരണവും നടക്കുക. വേണം. വി.എ. ഗിരീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.